Hello students, Assalamu alaikum. Welcome to Razia'z Max. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആരാണ്? പ്രോബബിലിറ്റി. നമ്മുടെ 10th ക്ലാസ്സിന്റെ CBSE മാത്തമാറ്റിക്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ കവറിംഗ് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് അവർ ചാപ്റ്റർ പ്രോബബിലിറ്റി. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മാത്തമാറ്റിക്സ് പോലല്ല. 9th പ്രോബബിലിറ്റി എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുള്ളവരാണ്. യു ഹാഡ് യൂസ് ദ ക്ലാസിക്കൽ അപ്രോച്ച് ദെയർ and you had done the empirical or experimental approach there. So അപ്പോൾ നമ്മൾ ഇവിടെ പ്രോബബിലിറ്റിയുടെ പുതിയൊരു അപ്രോച്ചാണ് നമ്മുടെ ഈ വർഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഈ വർഷം ചെയ്യുന്നത് തിയററ്റിക്കൽ അപ്രോച്ചാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റൽ അപ്രോച്ച്, ഇപ്പോൾ പറഞ്ഞ തിയററ്റിക്കൽ അപ്രോച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്സിന്റെ പ്രത്യേക ബ്രാഞ്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഈസ് കോറിലേറ്റഡ് വിത്ത് എവറി ഡൊമൈൻസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ലൈഫിന്റെ എല്ലാ ഡൊമൈൻസിലും എന്തുള്ളവരാണ്? ഭയങ്കരമായ റിലേഷൻ ഉള്ളവരാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഒരു തരത്തിൽ പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ കിങ് ഓഫ് ഓൾ സയൻസസ്, എല്ലാ സയൻസിന്റെയും കിങ് ആണ് മാത്തമാറ്റിക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ വെറും ഈ കണക്ക് കൂട്ടലുകൾ മാത്രമല്ല, അത് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പഠിക്കാനായിട്ട് പോകുന്നത് എന്താ? ഓക്കെ, സോ ചില ദിവസങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഇന്ന് മഴ പെയ്യുമായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് മഴ പെയ്യുമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ എം അൺഷുവർ. ഓക്കെ, എനിക്ക് ഉറപ്പില്ല അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ഉറപ്പില്ല. ദാറ്റ് ഈസ്, സ്ഥിരതയില്ലാത്ത ഒരു സിറ്റുവേഷനെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, എനിക്ക് ചിലപ്പോൾ മഴ പെയ്യാം, ചിലപ്പോൾ മഴ പെയ്യാതിരിക്കാം. ഞാൻ പറയുന്നത് പ്രോബബ്ലി, ഓക്കെ, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി, ഓക്കെ, ദർ ഇസ് എ ചാൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ച് ആണ് പ്രോബബിലിറ്റി. That is, നമുക്ക് മറ്റൊരു തരത്തിൽ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഇസ്: probability is a study of mathematics which calculates the degree of uncertainty of a situation. നമുക്ക് തരുന്ന ഒരു സിറ്റുവേഷന്റെ അൺസർട്ടൈനിറ്റി മീൻസ് സ്ഥിരതയില്ലായ്മ. ദാറ്റ് ഈസ്, നമുക്ക് പറയാൻ പറ്റില്ല, അത് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല, അത് നടക്കുമോ നടക്കാതിരിക്കുമോ. ദാറ്റ് ഈസ്, വി ആർ അൺഷുവർ, നമുക്ക് അതിനെ പറ്റിയിട്ട് വലുതായിട്ട് ഒരു ഉറപ്പില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ അതിനെ മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ചിനെയാണ് വി കോൾ ഇറ്റ് ആസ് പ്രോബബിലിറ്റി. നമ്മൾ വിളിക്കുന്നത് പ്രോബബിലിറ്റി. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ, മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി? Probability is a study of mathematics which calculates the degree of uncertainty of a situation. ആൻഡ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന 2-3 ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്തില്ല. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ, ദാറ്റ് ഈസ് +1-ലും +2-ലും മാത്സ് ഓപ്റ്റ് ചെയ്താൽ +1-ലും പ്രോബബിലിറ്റി ഉണ്ട്, +2-ലും പ്രോബബിലിറ്റി ഉണ്ട്. ആൻഡ് യു നോ 9th നിന്നാണ് പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ഷുഡ് ഫെമിലിയർ വിത്ത് ദ ടേംസ് യൂസ്ഡ് ഇൻ പ്രോബബിലിറ്റി. നമ്മൾ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്ന ടേമുകളുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തുണ്ടായിരിക്കണം? ഒരു പരിചയം ഉണ്ടായിരിക്കണം. സോ ലെറ്റ് us see what are the important terms. ഓക്കെ, ആൻഡ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് റാൻഡം എക്സ്പെരിമെന്റ്. We know that experiment എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ചെയ്ത് നോക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുക. ആൻഡ് യു നോ ലൈഫ് ഇസ് an experiment, റൈറ്റ്? ലൈഫ് എന്ന് പറയുന്നതും ഒരു എക്സ്പെരിമെന്റ് ആണ്. Okay, and what is meant by random experiment? The mathematical definition is: an experiment is said to be random experiment if it satisfies the following 2 conditions. ഈ തന്നിട്ടുള്ള 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുക? റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് വിളിക്കുക. And what are the 2 conditions? ആ 2 കണ്ടീഷൻസ് എന്താണ്? The first condition is it has more than one possible result. ഒന്നിൽ കൂടുതൽ റിസൾട്ട് പോസിബിൾ ആയിരിക്കണം. ഒരുപാട് കാര്യങ്ങളല്ലേ, ഞാനിപ്പോൾ ഒരു എക്സാം എഴുതി, എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. വാട്ട് ഇസ് ദ പോസിബിലിറ്റി? ഒന്നുകിൽ ഞാൻ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം. സോ അതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ദ ഫസ്റ്റ് കണ്ടീഷൻ ടു ബിക്കം എ റാൻഡം എക്സ്പെരിമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും.
അല്ലെ? എങ്ങനെയാണ്? ഞാനൊരു എക്സാം എഴുതിയപ്പോ എനിക്ക് കിട്ടാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്? ഞാൻ ഒന്നുകിൽ ജയിക്കാം അല്ലെങ്കിൽ തോക്കാം. വെദർ ഐ കൻ സക്സീഡ് ഓർ ഫെയിൽ. ഓക്കെ, അപ്പോ ഞാൻ ഇപ്പോ എടുത്ത ആ ഒരു ലൈഫ് സിറ്റുവേഷന് എന്താണ്? മോർ ദാൻ വൺ പോസിബിൾ റിസൾട്ട്. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ പോസിബിൾ ആയിട്ടുണ്ട്. The first condition. രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല കൃത്യമായി ഇന്നതായിരിക്കും. സോ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നടക്കുകയാണെങ്കിൽ അതിന് ഒന്നിൽ കൂടുതൽ റിസൾട്ട് പോസിബിൾ ആയിരിക്കണം. ദ ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഇസ് യു കനോട്ട് പ്രെഡിക്ട് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പരീക്ഷ എഴുതുന്ന കാര്യത്തിലാണെങ്കിൽ ഒക്കെ ഒരു ഇത് എഴുതിയ കുട്ടിക്ക് പറയാൻ പറ്റും ഞാൻ ജയിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് എടുക്കാം. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാം എഴുതുന്ന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് രണ്ട് പോസിബിൾ റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് മോർ ദാൻ വൺ പോസിബിൾ റിസൾട്ട്. ഒന്നുകിൽ ഞാൻ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. The first condition is satisfied. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. എനിക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റത്തില്ല ഞാൻ ജയിക്കുവോ തോക്കുവോ എന്ന് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. ഈ രണ്ട് കണ്ടീഷൻസും ഒന്നിച്ച് ഞാൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് സിറ്റുവേഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ എക്സ്പെരിമെന്റ് ആൻഡ് സ്പെസിഫിക്കലി ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് റാൻഡം എക്സ്പെരിമെന്റ്. ഓക്കെ, സോ റാൻഡം എക്സ്പെരിമെന്റ്സിനെ പറ്റി പഠിക്കാനായിട്ട് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നതോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളോ അല്ല എടുക്കുന്നത്. ബേസിക് ആയിട്ട് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ടോസിങ് ഓഫ് കോയിൻ. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത? ഒരു കോയിൻ ടോസ് ചെയ്താൽ എനിക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് എനിക്ക് ഹെഡ്സ് വരാം, ടെയിൽസ് വരാം, അല്ലെ? ഈക്വൽ പോസിബിലിറ്റീസ് ആണ് രണ്ടിനും ഉള്ളത്. ഹെഡ്സ് ആവാം, ടെയിൽസ് ആവാം. ആൻഡ് ഇത് ഞാനിങ്ങനെ ടോസ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് തിരിച്ചെന്റെ കയ്യിൽ വരുന്നത് വരെ, എനിക്ക് ആ റാൻഡം എക്സ്പെരിമെന്റ് തീർന്ന് കഴിയുന്നത് വരെ ഐ കനോട്ട് പ്രെഡിക്റ്റ്. എനിക്ക് മുൻകൂട്ടി ഇപ്പൊ എനിക്ക് പറയാം ഓക്കെ എനിക്ക് ഹെഡ്സ് ആണ് ടെയിൽസ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ മാച്ചസ് ഒക്കെ എന്താണ് ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ തീരുമാനിക്കുന്ന ഈ ഒരു രീതിയിലാണ്. എന്തുകൊണ്ടാണ് ആ ഒരു രീതി അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? അല്ല, എന്തുകൊണ്ടാണ് ആ ഒരു രീതിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ബിക്കോസ് അത് രണ്ടു പേർക്കും എന്താണ് ഈക്വൽ പോസിബിലിറ്റി ഉണ്ടാക്കുന്നു, അങ്ങനൊരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ആൻഡ് ടോസിംഗ് ഓഫ് കോയിനെ സംബന്ധിച്ച് അത് ടോസ് ചെയ്താൽ എനിക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. വെദർ ഐ വിൽ ഗെറ്റ് എ ഹെഡ്സ് ഓർ എ ടെയിൽസ്. Okay, so more than one possible outcome is satisfied. That the first condition to become a random experiment is satisfied there. And moving to the second condition, എനിക്ക് ഇതിങ്ങനെ പോയിട്ട് തിരിച്ചെന്റെ കയ്യിൽ വരുന്നത് വരെ പറയാനായിട്ട് സാധിക്കില്ല. എന്താണ് കൃത്യമായി എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല? ഐ വിൽ ഗെറ്റ് എ ഹെഡ്സ്, ഓക്കെ, I will definitely get a tail എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. Okay, so I can say that tossing of coin is an example of a random experiment. Basic example ആണ്. നമ്മൾ ഇവരെയൊക്കെ വെച്ചിട്ടാണ് മാത്തമാറ്റിക്കലി ഈ ഒരു സംഭവം പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് രണ്ടാമത് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ടോസിങ്, റോളിംഗ് ഓഫ് എ ഡൈ. വാട്ട് ഇസ് മീൻ ബൈ ഡൈ ഓർ ഡൈസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഏണി പാമ്പും, ദാറ്റ് ഇസ് സ്നേക്ക് ആൻഡ് ലാഡർ, ആൻഡ് നമ്മളെ മറ്റേ എന്താണ് വേറൊരാളുണ്ട് ലൂഡോ. ഓക്കെ, ഇങ്ങനെയുള്ള ബോർഡ് ഗെയിംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഡൈസ്. കണ്ടിട്ടുണ്ടോ? ഡൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്യൂബിന്റെ ഷേപ്പിലാണ് ഇരിക്കുക. ആൻഡ് ഡോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. 6 നമ്പേഴ്സ് വരെ ഡോട്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ ഇങ്ങനെ ആ ബോർഡ് ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതിലേക്ക് ആ ബോർഡിലേക്ക് ഇടും. ബോർഡിലേക്ക് ഇടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണേലും വരാം, അല്ലെ? ദാറ്റ് ഈസ്, എനിക്ക് അവിടെ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. അതിൻ്റെ അകത്ത് 1 മുതൽ 6 വരെയുള്ള ഡോട്ട്സ് ആണുള്ളത്. ആൻഡ് എനിക്ക് അവിടെ ഈ 6 പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഇത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും എനിക്ക് വരാം 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ദാറ്റ് ഈസ് ഐ ക്യാൻ സേ ദാറ്റ് മോർ ദാൻ വൺ പോസിബിൾ റിസൾട്ട്. ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ പോസിബിൾ ആണ്. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇത് റോൾ ചെയ്ത് ഇത് എന്താവുന്ന സ്റ്റേബിൾ ആകുന്നത് വരെ ഐ കാൺ പ്രെഡിക്റ്റ്. ഓക്കെ, എനിക്ക് ഇന്ന നമ്പർ ആണ് വരുന്നത് എന്ന് എനിക്ക് മുൻകൂട്ടി കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല.
Okay, so that I can say that the second condition is also satisfied, that is, it is not possible to predict the result in advance. So we can say that rolling of die is an example of a random experiment. So these are the basic random experiments we use here to study about the uncertainty of a situation, or we can say that probability എന്ന് പറഞ്ഞ mathematical branchനെ പഠിക്കാനായിട്ട് നമ്മൾ ഇവരുടെ സഹായമാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. ക്ലിയർ? സോ ഇനി നിങ്ങൾ മുന്നോട്ട് കാണാൻ പോകുന്ന പ്രോബബിലിറ്റിയിൽ കാണുന്ന ഒരു വേർഡ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൽ കാണാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള ബാക്കിയുള്ള ടേമുകൾ നമുക്ക് പരിചയപ്പെടാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ട്രയൽസ്. ഓക്കെ, ട്രയൽ അത് നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ കടകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ട്രയൽ റൂം എന്ന് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഓക്കെ ഇത് ഈ ഉടുപ്പ് എനിക്ക് ഫിറ്റ് ആവോ ഇല്ലയോ എന്നറിയത്തില്ല, ഞാൻ ഇതൊന്ന് ട്രയൽ ചെയ്തിട്ട് വരാം എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ട്രയൽ ഇസ് എൻ ആക്ഷൻ, റൈറ്റ്? അതൊരു ആക്ഷനാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ക്യാൻ ബി ഇൻഫൈനൈറ്റ്ലി റിപ്പീറ്റഡ് വിച്ച് റിസൾട്ട്സ് ഇൻ വൺ ഓർ സെവറൽ റിസൾട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ ഇതിങ്ങനെ എന്താണ്, എനിക്ക് ആ ആക്ഷൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഒരു കടയിൽ കയറി ഒരുപാട് നേരം ഓരോ ഡ്രസ്സുകൾ മാറ്റിയിട്ട് അത് ശരിയാവില്ല. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ട്രയൽ എന്ന് പറഞ്ഞാൽ ഇസ് എൻ ആക്ഷൻ. അത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ആക്ഷൻസിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ട്രയൽ എന്ന് വിളിക്കാനായിട്ട് പറ്റുക. സോ വി ക്യാൻ ടേക്ക് ദ ബേസിക് എക്സാമ്പിൾ, ടോസിങ് ഓഫ് കോയിൻ. ഈ ടോസിങ് ഓഫ് കോയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, റൈറ്റ്? ഒരു വട്ടം ഇടാം, 2 വട്ടം ഇടാം, 3 വട്ടം ഇടാം, എത്ര തവണ വേണമെങ്കിലും ഐ ക്യാൻ റിപ്പീറ്റ് ദാറ്റ് എക്സ്പെരിമെന്റ്, റൈറ്റ്? ആൻഡ് ഓരോ തവണയും ഞാൻ ആദ്യത്തെ തവണ ടോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഹെഡ്സ് ആണ്. രണ്ടാമത്തെ തവണ എനിക്ക് ടോസ് ചെയ്തപ്പോൾ ഹെഡ്സ് തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. ദ റിസൾട്ട് ക്യാൻ ബി ഡിഫറെന്റ്. ഓക്കെ, ആ റിസൾട്ട് ഡിഫറെന്റ് ആകാം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ഇറ്റ്സ് എ ട്രയൽ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. എന്താണ് ടോസിങ് ഓഫ് കോയിൻ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ടോസ് ചെയ്തു. വാട്ട് ഈസ് മീൻ ബൈ എ ട്രയൽ? ട്രയൽ എന്ന് പറഞ്ഞാൽ an action which can be infinitely repeated. എനിക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓരോ തവണയും മുന്നേ ചെയ്ത കിട്ടിയ റിസൾട്ട് തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. The result can vary, okay, from the successive trials. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ആക്ഷൻ എന്തെന്ന് വിളിക്കാൻ പറ്റും? ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ട്രയൽ. മറന്ന് പോകരുത്. ഓക്കെ, ആൻഡ് ഔട്ട്കം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പേരാണ് ഔട്ട്കം. ഔട്ട്കം പുറത്തു വരും. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഈ കൊടുക്കത്തില്ലേ ടോസിങ് ഓഫ് കോയിൻ. ഞാൻ ഇങ്ങനെ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് വന്നത് ഹെഡ്സ് ആണ്. സോ ഹെഡ്സിനെ എനിക്ക് എന്ന് വിളിക്കാൻ പറ്റും? ഇസ് മൈ ഔട്ട്കം. ഓക്കെ, അതായത് എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഔട്ട്കം. അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട്സിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുക? ഔട്ട്കം എന്ന് വിളിക്കുക. ഞാൻ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തി. സപ്പോസ് ഞാനിപ്പോൾ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്, വെദർ ഐ ക്യാൻ ഗെറ്റ് എ ഹെഡ് ഓർ എ ടെയിൽസ്. ഓക്കെ, സോ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഇപ്പോൾ ചെയ്ത ഈ റാൻഡം എക്സ്പെരിമെന്റിന്റെ പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഗെറ്റിംഗ് എ ഹെഡ്സ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽസ് എന്ന് പറയുന്നത്. ഇൻ അതർവൈസ് ഐ ക്യാൻ സേ ദാറ്റ് പ്രോബബിലിറ്റിയിൽ ഉപയോഗിക്കുന്ന ടേം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ ചെയ്ത റാൻഡം എക്സ്പെരിമെന്റ് പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, റിസൾട്ട്സിന് പകരം ഞാൻ ആ പേരങ്ങ് മാറ്റി. എന്താണ്? പോസിബിൾ outcomes. Okay, possible outcomes of my random experiment tossing of coin are getting a head or getting a tail എന്ന് എനിക്ക് പറയാനായിട്ട്, and getting a tail എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഓർത്തുക, ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു തവണ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് തന്നെ പിന്നെയും ചെയ്യുമ്പോൾ കിട്ടണം എന്ന് നിർബന്ധമില്ല. എത്ര തരത്തിലുള്ള എക്സ്പെരിമെന്റ്സിന്റെ ആ ഒരു പ്രക്രിയയാണ് ഞാനെന്ന് വിളിക്കാം ആക്ഷൻ എന്ന് വിളിക്കാം. ഔട്ട്കം എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്നല്ല, ഔട്ട് പുറത്ത്, കം വരും. ഓക്കെ, അതായത് ഞാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള റിസൾട്ടുകളെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുക? ഔട്ട്കം എന്ന് വിളിക്കാം. ആൻഡ് ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എനിക്ക് കളക്ഷൻ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഈ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിന്റെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, അത് എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ അതിൽ നിന്ന് ഒരു കേസ്, ഓരോ കേസ്. ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ, അതായത് നമ്മുടെ ഒരു ലൈഫ്, ഓക്കെ, നമ്മുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്? ഒരു വലിയ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്, ഒരു പ്രൊസീജിയറാണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ ഈവൻസ് ആണ് ബർത്ത്ഡേ, ഓക്കെ, നമ്മളെ ജന്മം, ബർത്ത്, പിന്നെ അതേപോലെ ഡെത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരു വലിയ റാൻഡം എക്സ്പെരിമെന്റിന്റെ ചെറിയ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഈവൻസ് എന്ന് വിളിക്കുക. അതുപോലെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ടോസിങ് ഓഫ് കോയിൻ,
അതിൽ എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെയിൽസ് കിട്ടാം, ഹെഡ്സ് കിട്ടാം. അപ്പോൾ അതിന്റെ ആ ഔട്ട്കംസിനെ ഓരോരുത്തരെയായിട്ട് എനിക്ക് എന്താണ് ഒരു ഈവന്റ് ആയിട്ടും കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതുപോലെയാണ് നമ്മുടെ ലൈഫിന്റെ അകത്ത് നമുക്ക് എന്തെല്ലാം വരാം, ബർത്ത് വരാം, നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇന്ന ക്ലാസ് എത്തുന്നു, അടുത്ത ക്ലാസ് എത്തുന്നു, പിന്നെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻസ് എത്തുന്നു, ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് മാരേജും പിന്നെ കുട്ടികൾ, അങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോ ഈവെന്റ്സ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് റാൻഡം എക്സ്പെരിമെന്റ് ഈ പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, ഇവരുടെ ആ ഒരു കളക്ഷനെ ഐ കൻ കോൾ ഇറ്റ് ആസ് ഈവന്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ദിസ് വേർഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഇൻ ദിസ്. ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ ചില സമയം ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് വിളിക്കും. നിങ്ങൾ ഈവന്റ്സിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഈക്വലി ലൈക്ലി ഈവന്റ്സ് എന്നുള്ള രീതിയിലും കൂടെ വരും കേട്ടോ. അത് അടുത്ത വർഷമാണ് കൂടുതലായിട്ട് എടുത്ത് പഠിക്കുക. എന്നാൽ ഈ വർഷം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈക്വലി ലൈക്ലി ആ വേർഡ്സിൽ നിന്ന് തന്നെ നമുക്ക് കുറേയൊക്കെ മീനിങ് ആയിട്ട് പഠിക്കാനായിട്ട്. എന്താണ്, അതായത് ഇപ്പൊ ഞാനിപ്പോ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് കോയിൻ എന്താണ് ഹെഡ്സും കിട്ടാം, അടുത്ത ടെയിൽസും കിട്ടാം. ആൻഡ് ഇതിന് രണ്ടിനും ഈക്വൽ ചാൻസസ് ഓഫ് ഒക്കറൻസ് അല്ലേ ഉള്ളത്, അല്ലെ? അതായത് എനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് ഈ കോയിൻ ഇട്ടാൽ എന്തായാലും ടെയിലേ വരത്തുള്ളൂ, ഈ കോയിൻ ഇട്ടാൽ എന്തായാലും ഹെഡ്സേ വരത്തുള്ളൂ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്താൽ എനിക്ക് ഉള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡും ടെയിൽസുമാണ്. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ചാൻസസ് ഓഫ് ഒക്കറൻസ് ആണ്. രണ്ടുപേരും നടക്കാനുള്ള സാധ്യത സെയിം ആണ്. സോ അങ്ങനെയുള്ള ഔട്ട്കംസ് അവരെയാണ് ഞാൻ എന്ത് വിളിക്കുക, ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് വിളിക്കുക. അവരുടെ കളക്ഷനെയാണ് ഞാൻ ഈക്വലി ലൈക്ലി ഈവന്റ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ആ വേർഡ് മറന്നുപോയത് ഈക്വലി ലൈക്ലി, ദാറ്റ് ഈസ് രണ്ടുപേർക്കും സെയിം ചാൻസസ് ഓഫ് ഒക്കറൻസ്. ഇഫ് വി ഹാവ് ദ സെയിം പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈച്ച് ഔട്ട്കം, then it is called equally likely outcome. Clear? Equally likely. ആ വേർഡ് മറന്നുപോയത്. It is very much important in the case of probability. Clear? ഇനി നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പോകുന്ന രണ്ട് ഈവന്റുകളുടെ പേരുകളാണ്. ഒന്ന് ഇമ്പോസിബിൾ ഈവന്റ് ആൻഡ് ഷുവർ ഓർ സർട്ടൻ ഈവന്റ്. രണ്ട് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, വാട്ട് ഇസ് മീൻ ബൈ ഇമ്പോസിബിൾ ഈവന്റ്? ഇമ്പോസിബിൾ ഈവന്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നടക്കത്തില്ല. ഓക്കെ, ഇത് നടക്കത്തില്ല. ദാറ്റ് ഈസ് ഞാനൊരു റാൻഡം എക്സ്പെരിമെന്റ് പറയുന്നു. ദാറ്റ് ഈസ് എന്താണ്, ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് പോസിബിൾ ആയിട്ടുള്ള മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ അതിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഈവന്റ് പറയുന്നു. ആൻഡ് ദാറ്റ് ഈവന്റ് ആ റാൻഡം എക്സ്പെരിമെന്റിനെ സംബന്ധിച്ച് നടക്കാൻ ഒരു ചാൻസും ഇല്ല. ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് 0 ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ആ ഈവന്റ് ഈസ് ആൻ ഇമ്പോസിബിൾ ഈവന്റ്. എങ്ങനെയാണ്, ഒന്നുകൂടെ പറയാം. ഞാനൊരു റാൻഡം എക്സ്പെരിമെന്റ് എടുത്തിട്ട് അതിലകത്ത് ഞാനൊരു ഈവന്റ് പറയുന്നു. ആ ഈവന്റ് ആ റാൻഡം എക്സ്പെരിമെന്റിൽ നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സേ ദിസ് ഈവന്റ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇമ്പോസിബിൾ ഈവന്റ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ് ഗിവൺ ദേർ. Okay, so ഇത് നമുക്ക് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കാം. That is, if there is no possibility of an event to occur, then the probability is 0. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ഈവന്റ് നടത്താനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 ആണ്. പ്രോബബിലിറ്റി 0 ആയിട്ടുള്ള ഈവന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പോസിബിൾ ഈവന്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡ്രോ എ ഗ്രീൻ ബോൾ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ബ്ലൂ ബോൾസ്. നീലപന്തുകളുടെ ഒരു കൂട്ടത്തിൽ നിന്നും നമുക്ക് ഒരു പച്ച പന്ത് എടുക്കാൻ പറയും. ഇസ് ദാറ്റ് പോസിബിൾ? എന്റെ കയ്യിൽ മൊത്തം നീല പന്തേ ഉള്ളൂ. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രീൻ ബോൾ എടുക്കാൻ പറഞ്ഞാൽ ഇനി എത്ര ഞാൻ അതിൻ്റെ അകത്ത് കിണങ്ങി ശ്രമിച്ചാലും എനിക്ക് ബ്ലൂ ബോൾസ് മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രീൻ ബോൾ ഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദ ഈവന്റ് വിൽ നോട്ട് ഒക്കർ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഐ ക്യാൻ സേ ദാറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ റാൻഡം എക്സ്പെരിമെന്റ്, ദാറ്റ് ഈസ് ഡ്രോയിങ് എ ബോൾ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ബ്ലൂ ബോൾസ്, അതിൽ നിന്നും ഞാനൊരു ബോൾ എടുക്കുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി എനിക്ക് പറയാൻ പറ്റുന്ന ഡ്രോയിങ് a green ball എന്ന് പറയുന്ന event is not possible in the case of that random experiment, so that you can say that it is an impossible event of the random experiment എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. And the probability of an impossible event will be 0. Clear? Next, ഷുവർ ഈവന്റ് ഓർ സർട്ടൻ ഈവന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആളിന്റെ നേരെ ഓപ്പോസിറ്റ് ആളാണ് ഇയാളെന്ന് പറയുന്നത് ഷുവർ ഓർ സർട്ടൻ ഈവന്റ് എന്ന് പറയുന്നത്. ഇഫ് ദ പോസിബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ടു ഒക്കർ ഈസ് ഷുവർ, ഞാനൊരു റാൻഡം എക്സ്പെരിമെന്റ് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായി ഞാൻ മറ്റൊരാളെ പറയുമ്പോൾ അയാൾ എന്തായാലും നടക്കും.
എന്തായാലും ഇത് തന്നെ നടക്കും എന്ന് എനിക്കൊരു അഭിപ്രായം വരില്ലേ? നമുക്ക് ചില സമയം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചില ആൾക്കാരെ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഒരു എക്സാം എഴുതി എന്നിട്ട് എല്ലാവരും ഇരുന്ന് പറയണം ഓ എക്സാം ഭയങ്കര പാടായിരുന്നു. അപ്പൊ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയണം നീ ഒന്നും പറയണ്ട, നീ എന്തായാലും ജയിക്കും. ഓക്കെ, ദാറ്റ് ഇസ് വി ആർ ഷുവർ. ഇനി എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറയും ഓ അവൻ എന്തായാലും ജയിക്കും എന്ന് നമ്മൾ പറയണ്ട, ഇല്ല കുട്ടി എന്തായാലും ജയിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് ആ ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ നമുക്ക് ഷുവർ ആയിട്ട് പ്രൊഡിക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട്. സോ അങ്ങനെയുള്ള ഈവന്റ്സിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ക്യാൻ ബി കോൾഡ് ആസ് എ ഷുവർ ഈവന്റ് ഓർ സർട്ടൺ ഈവന്റ്. ആൻഡ് യു നോ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഷുവർ ഈവന്റ് ഓർ സർട്ടൺ ഈവന്റ്? ഇറ്റ് ഇസ് 1. ഓക്കെ, കൃത്യമായി നടക്കും എന്നുള്ള ഈവന്റ്സിന്റെ പ്രോബബിലിറ്റി 1 ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു എക്സാമ്പിൾ പഠിക്കാം. ഒബ്ടൈൻ എ നമ്പർ ബിറ്റ്വീൻ 1 and 6 when rolling an ordinary die. എന്റെ കയ്യിൽ ഒരു ഓർഡിനറി ഡൈ, ദാറ്റ് മീൻസ് ആ 6 ഫേസസ് ഉള്ള ക്യൂബിക്കൽ ഷേപ്പിലുള്ള ഡൈ ഞാൻ റോൾ ചെയ്താൽ എനിക്ക് 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ കിട്ടണം. ദാറ്റ് ഇസ് മൈ ഈവന്റ്. ഞാൻ പറയുന്ന ഈവന്റ് ഇതാണ്. ആൻഡ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഞാനൊരു ഡൈ റോൾ ചെയ്താൽ 1 മുതൽ, ഓർഡിനറി ഡൈ ആണ്, അതിൻ്റെ അകത്ത് 1 മുതൽ 6 വരെ ഉള്ളൂ ഫേസസിന്റെ അകത്ത്. ഞാൻ റോൾ ചെയ്ത് എന്തായാലും ഇതിന്റെ അകത്തുള്ള ആരെങ്കിലും ഒരാൾ തന്നെ കിട്ടില്ലേ? ഓക്കെ, കിട്ടും. ദാറ്റ് ഇസ് എനിക്ക് പറയാൻ പറ്റും റോളിംഗ് എ ഡൈ, ഓർഡിനറി ഡൈ എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഞാൻ പറയുന്ന ഇയാൾ ഒബ്ടൈൻ എ നമ്പർ ബിറ്റ്വീൻ 1 and 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഷുവർ ഈവന്റ് അല്ലേ? എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇതെന്താണ്? ഇറ്റ്സ് എ ഷുവർ ഈവന്റ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് മറക്കണ്ട, ദ പ്രോബബിലിറ്റി ഓഫ് എ ഷുവർ ഈവന്റ് ഇസ് 1. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എൻ ഇമ്പോസിബിൾ ഈവന്റ്? ഇറ്റ് ഇസ് 0. Okay, whenever you get the numerical value of probability of a particular event based on a random experiment, അത് 0 ആയിട്ട് കിട്ടിയാൽ you can say that that is an impossible event of the random experiment. ഇപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഞാൻ പറയുന്ന ഈവന്റിന്റെ പ്രോബബിലിറ്റി 1 കിട്ടിയാൽ you can say that it is a sure or certain event of the random experiment given there. Clear? Next is a very important term that we use often in probability, and the term is complementary event. നമ്മൾ കോംപ്ലിമെന്ററി ഈവന്റ് എന്ന് പറയുന്ന ഒരാളെയും കൂടെ പറയും. ആൻഡ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ബ്രാഞ്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടേംസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെന്റ്, പിന്നെ ഇപ്പൊ പറഞ്ഞ ഈ കോംപ്ലിമെന്ററി ഈവന്റ്. ഓക്കെ, പറയാൻ പോകുന്ന കോംപ്ലിമെന്ററി ഈവന്റ് കോംപ്ലിമെന്ററി. ഓക്കെ, കോംപ്ലിമെന്ററി ഈവന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഓക്കെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ കൈൻഡ് ഓഫ് അപ്രിസിയേഷൻ, റൈറ്റ്? നമ്മൾ എന്താണ് ഒരു കൈൻഡ് ഓഫ് അപ്രിസിയേഷൻ ആണ്. ബട്ട് ഇവിടെ അതല്ല, ഇവിടെ നേരെ ഡിഫറെന്റ് ആണ്. ഞാനൊരു കാര്യം പറയുന്നു, അതിന്റെ നേരെ എതിര് ഞാൻ പറയുന്നു ഓക്കെ ഇന്നത് നടക്കും, അപ്പൊ വേറെ ആൾ പറയണേ ഇന്നത് നടക്കത്തില്ല. ദാറ്റ് ഇസ് ഞാൻ പറഞ്ഞതിന്റെ കോംപ്ലിമെന്ററി ഈവന്റ് ആണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, പുള്ളി പറഞ്ഞതിന്റെ കോംപ്ലിമെന്ററി ഈവന്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. This is what is known as a complementary event. That is ഞാൻ പറയുന്നു ഇന്ന് മഴ പെയ്യും. ഓക്കെ, അപ്പോ ഒരാൾ പറയുന്നു ഇന്ന് മഴ പെയ്യില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ആ പുള്ളി പറഞ്ഞത്, അല്ലെ? നെഗോസിയേഷൻ അല്ലേ പറഞ്ഞത്. ഓക്കെ, സോ എനിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ചില ഈവന്റ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പൊ ഞാനൊരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അതില് നടക്കാം നടക്കാതിരിക്കാം. സെയിം കാര്യം നടക്കുന്നു, അതേ കാര്യം നടക്കാതിരിക്കുന്നു. ഇവരെയാണ് ഞാൻ എന്താ വിളിക്കുക? കോംപ്ലിമെന്ററി ഈവന്റ്സ് എന്ന് വിളിക്കുന്നത്. Okay, that is mathematically I can say that the complement of any event E. ഞാൻ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഈവന്റിനെ പറയുന്നു and it is named as E. Okay, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ആൻഡ് E എന്ന് പറയുന്ന ഒരു ഈവന്റ് ഉണ്ട്. ഈ ഈവന്റിന്റെ കോംപ്ലിമെന്ററി ഈവന്റ് എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാമോ? അതും ഒരു ഈവന്റ് ആണ്. ആൻഡ് അത് E does not occur. E നടക്കത്തില്ല എന്ന് പറയുന്ന ഈവന്റ് ആരാണോ അതാണ് എന്തെന്ന് പറയുന്നത് ഈയുടെ കോംപ്ലിമെന്ററി ഈവന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എനിക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ, ഞാൻ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുന്നു, റോളിംഗ് എ ഡൈ. ഒരു ഡൈ ഞാൻ റോൾ ചെയ്യുന്നു, ഓർഡിനറി ഡൈ ആണ്, 1 മുതൽ 6 വരെയുള്ള ഫേസസ് ഉള്ള. ആൻഡ് ഐ ആം ടെല്ലിംഗ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഞാൻ റോൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടണം ഒരു ഓഡ് നമ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ പറയണം ഓഡ് നമ്പർ കിട്ടത്തില്ല. ഓഡ് നമ്പർ അല്ലെങ്കിൽ പിന്നെ ആരെ കിട്ടുന്നത്? ഈവൺ നമ്പർ, റൈറ്റ്? അപ്പോ രണ്ടാമത്തെ ആള് പറഞ്ഞത് ഇതാണ്, getting an even number, and they are named as ഒന്ന് ഇയും ഒന്ന് ഇ ഡാഷ്. വൈ? എന്തുകൊണ്ടാ? ബിക്കോസ് ഇയാൾ നടക്കത്തില്ല എന്ന് പറയുന്നത് ഇയാൾ നടക്കുന്നതിന്റെ തുല്യമാണ്, അല്ലെ? getting an odd number നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ you will does not get an odd number, that is you will get an even number.
സോ ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറയുന്നതിന്റെ കോംപ്ലിമെന്റ് അത് നടക്കത്തില്ല എന്ന് പറയുന്നതിനെ എനിക്ക് പറയാൻ പറ്റുന്ന ഈവന്റ് ആണ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. സോ ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറയുന്ന ഈവന്റിന്റെ കോംപ്ലിമെന്ററി ഈവന്റ് ആണ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ വെൻ റോളിംഗ് എ ഡൈ. തിരിച്ചും പറയാം. Okay, getting an even number in the complementary event and getting an odd number when it happens in the case of the random experiment rolling of an ordinary die there. Okay, so മനസ്സിലാക്കുക വാട്ട് ഈസ് ആൻ ഈവന്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് ഞാൻ ഈവന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈവന്റുകളിൽ നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരെ പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇമ്പോസിബിൾ ഈവന്റ്, ഷുവർ ഈവന്റ് ഓർ സർട്ടൻ ഈവന്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോംപ്ലിമെന്ററി ഈവന്റ്, അതായത് ഒന്ന് നടക്കുന്നു അത് നടക്കത്തില്ല എന്ന് ഞാൻ പറയുന്നു. സോ ഇവർ രണ്ടുപേരും എനിക്ക് പറയാൻ പറ്റും they can be considered as the complements of each other. Clear? So let us move to the important 3 facts. Okay, we should know about probability. നമ്മൾ probability എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുതാത്ത 3 ഫാക്ട്സിനെ പറ്റി ഞാൻ പറയാണ്. ദാറ്റ് ഈസ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് എന്താണ്, ഷുവർ ഓർ സർട്ടൻ ഈവന്റിനെ പറ്റി പറഞ്ഞിരുന്നു. പിന്നെ അടുത്തത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഈവന്റിനെ പറ്റി പറഞ്ഞു, കോംപ്ലിമെന്ററി ഈവന്റിനെ പറ്റി പറഞ്ഞു. ഇതിന്റെ എല്ലാം ബേസിസിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് the probability of each event lies between 0 and 1. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഈവന്റുകളുടെ പ്രോബബിലിറ്റി എല്ലാം തന്നെ 0ക്കും 1നും ഇടയിലായിരിക്കും. ഓക്കെ, അതായത് ലൈസ് ബിറ്റ്വീൻ 0 and 1. ആക്ച്വലി ബിറ്റ്വീൻ എന്നല്ല, നമുക്ക് 0 മുതൽ 1 വരെ എന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ലൈസ് ഫ്രം 0 to 1, അത് ശ്രദ്ധിച്ചോണേ. 0 മുതൽ 1 വരെയാണ്. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 0 മുതൽ. ഇതിന്റെ മീനിങ് അതാണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 0 ഉൾപ്പെടും, 1 ഉൾപ്പെടും, ആൻഡ് അതിന് ഇടയിലുള്ളവരും ഉൾപ്പെടും. ഇവിടെ ഞാൻ എഴുതിയത് ബിറ്റ്വീൻ എന്നാണ്, ഫ്രം ആണ്. ഓക്കെ, ഫ്രം 0 to 1, 0 മുതൽ 1 വരെയാണ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, പ്രോബബിലിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കുക, ഇറ്റ് ഇസ് എൻ ഇമ്പോസിബിൾ ഈവന്റ് അല്ലെ, ഒരിക്കലും നടക്കാത്ത ഈവന്റിനാണ് പ്രോബബിലിറ്റി 0 സംഭവിക്കുക. ആൻഡ് 1 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ആർക്കാ വരിക, ഷുവർ ഈവന്റ് അല്ലെങ്കിൽ സർട്ടൻ ഈവന്റിനാണ് സംഭവിക്കുക. സോ എനിക്ക് പറയാൻ പറ്റും, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി നടക്കാൻ സാധ്യതയുള്ള ഈവന്റുകളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ്. അതായത് 0 എന്ന് പറഞ്ഞാൽ 0 പ്രോബബിലിറ്റി ആയിട്ട് വന്നാൽ that can be considered as an impossible event of the same random experiment. And 1 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എങ്കിൽ you can consider that event as the sure event of that random experiment. Okay, and ബാക്കിയുള്ള ഇതല്ലാത്ത ആൾക്കാരുടെ എല്ലാം പ്രോബബിലിറ്റി എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, 0ക്കും 1നും ഇടയിലായിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ഷുവർ ഇമ്പോസിബിൾ ഈവന്റിൽ നിന്നും തുടങ്ങി ഷുവർ ഈവന്റ് വരെ എത്തുന്ന ആ രണ്ട് ഇതിന്റെ ഇടയിലുള്ളവർക്ക് 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് വരും. ഓക്കെ, ഇത് നടക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ഈവന്റ് 0 ആയിട്ട് മാറും. നടക്കുമെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നടക്കുമെന്നുണ്ടെങ്കിൽ ഷുവർ ഈവന്റ് പ്രോബബിലിറ്റി 1 ആയിട്ട് മാറും. സോ അത് മനസ്സിലായിക്കണം കേട്ടോ. നെക്സ്റ്റ് is the sum of all the probabilities of the elementary events. You know what is mean by elementary event? Elementary event എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്കം മാത്രം വരിക. ഇപ്പോൾ ഞാൻ ഒരു ഈവന്റ് എടുക്കുമ്പോൾ അതിന്റെ അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുക്കുന്നില്ലേ, അതിനെയാണ് ഞാൻ എന്താണെന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മുടെ ലൈഫ് തന്നെ എടുക്കുകയാണെങ്കിൽ ബർത്ത് ഒരു തവണ, ഒരു തവണ നമുക്ക് ജനിക്കാൻ പറ്റും. യെസ്, ഓക്കെ, ബർത്ത്. ഓക്കെ, അതുമല്ല. പക്ഷെ ചില ഈവന്റ്സ് അങ്ങനെയല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാരേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 1 ഉണ്ട് 2 ഉണ്ട്, അതിൽ കൂടുതലും ഒക്കെ സംഭവിക്കുന്ന കേസ് ഉണ്ട്. അതോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ഒരൊറ്റ പ്രാവശ്യം. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഔട്ട്കം മാത്രം പോസിബിൾ ആയിട്ടുള്ള ഈവന്റ്സ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ റാൻഡം എക്സ്പെരിമെന്റുകളിലും ഓരോന്നും മാത്രം, ഒരു ആള് മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഈവന്റ്സ്. ഓക്കെ, ഇവരെല്ലാവരുടെ സമ്മത്രമായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഈവന്റ്സിനാണ് എലമെന്ററി ഈവന്റ്സ് എന്ന് വിളിക്കുന്നത്, ഒരു ഔട്ട്കം മാത്രമുള്ള ഈവന്റ്സ്. ഓക്കെ, അങ്ങനെ ഒരു റാൻഡം എക്സ്പെരിമെന്റ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ എലമെന്ററി ഈവന്റ്സിനും ഞാൻ എടുത്ത് അതിന്റെ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, ഐ വിൽ ഗെറ്റ് 1. ക്ലിയർ? Next is ഇത് മറന്നു പോയത്, it is very very important. Probability of not E is equal to 1 minus probability of E. That is, നിങ്ങൾക്ക് probability of എന്ന് എടുത്ത് വായിക്കേണ്ട കാര്യമില്ല, P of എന്ന് വായിച്ചാൽ മതി. P of and not E എന്ന് പറയുന്നത് is equal to 1 minus P of E. That is, നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും, ഒരു ഈവന്റ്, ഓക്കെ, ഒരു ഈവന്റ് നടക്കുന്നു, അത് നടക്കാതിരിക്കുന്നു. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ സാധ്യത കൂട്ടിയാൽ നിങ്ങൾക്ക് 1 ആണ് കിട്ടുക. That is, എനിക്ക് പറയാൻ പറ്റും E എന്ന് പറയുന്ന ഈവന്റ് നടക്കുന്നു, that is probability of E.
ഈ എന്ന് പറയുന്ന ഈവന്റ് നടക്കരുത് ആരാണ് ഈ കോംപ്ലിമെന്റ്. the probability of e complement is equal to 1. ഇങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ പഠിക്കാം. probability of e plus probability of e complement is equal to 1. ഓക്കെ, അതിന്റെ ബേസിസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. ദാറ്റ് ഈസ് ഒരു ഈവന്റ്, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി എനിക്ക് പറയാൻ പറ്റുന്ന ഈവന്റുകളിൽ ഒരു പർട്ടിക്കുലർ ആളിനെ ഞാൻ പറയുന്നു, അയാൾ നടക്കാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്നിൽ നിന്നും അയാൾ നടക്കാനുള്ള സാധ്യത സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരിക്കലും മറന്നു പോകരുത്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഈവന്റ്സിന്റെ പ്രോബബിലിറ്റി 0 മുതൽ 1 വരെയാണ് വരിക. 0ക്ക് ചെറുതോ 1ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഇസ് ആൻ ഈവന്റ് ഓഫ് ദ സെയിം റാൻഡം എക്സ്പെരിമെന്റ്. ഓക്കെ, അതിന്റെ ബേസിസിൽ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസിൽ ഈ തന്നിട്ടുള്ള പ്രോബബിലിറ്റി വരുന്ന രീതിയിലുള്ള ഈവന്റ്സ്, ഇങ്ങനെ ഒരു ഇവന്റ് പോസിബിൾ ആണോ? ഓക്കെ, നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? 0 മുതൽ 1 വരെയാണോ പ്രോബബിലിറ്റി? യെസ്, ദാറ്റ് ക്യാൻ ബി പോസിബിൾ. 0ക്ക് ചെറുതോ 1ൽ കൂടുതലായിട്ടുള്ള പ്രോബബിലിറ്റി ന്യൂമറിക്കൽ വാല്യൂസ് വന്നാൽ യു കനോട്ട് സേ ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, സോ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് ഫാക്ടർ. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഓരോ ഔട്ട്കംസ് പോസിബിൾ ആയിട്ടുള്ള ഈവന്റുകൾ, അവരെയാണ് നമ്മൾ എലമെന്ററി ഈവന്റ്സ് എന്ന് വിളിക്കുക. അവരുടെ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഈവന്റ്, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഈവന്റുകളിൽ ഒരു ഈവന്റ് നടക്കാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 മൈനസ് അത് നടക്കാനുള്ള സാധ്യതയുടെ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴായിരിക്കും. സോ ഇത് മൂന്നും ഒരിക്കലും മറക്കരുത്. ക്ലിയർ? So next we are going to discuss the various approaches to probability. Probability നമുക്ക് ഏതെല്ലാം രീതികളിൽ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് 9th ക്ലാസ് നിങ്ങൾ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് ആക്ച്വൽ എക്സ്പെരിമെന്റ്. അത് ചെയ്തു നോക്കി അതിൽ നിന്ന് ഓരോ തവണ എന്തെല്ലാം കിട്ടി, അതിന്റെ ബേസിസിൽ നിങ്ങൾ എത്ര തവണ അത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ക്യാൻ ബി നെയിംഡ് ആസ് എക്സ്പെരിമെന്റൽ അപ്രോച്ച് ഓർ എംപിരിക്കൽ അപ്രോച്ച്. നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ടാണ്, ഓക്കെ, ആക്ച്വൽ ആയിട്ട് അത് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെന്റിനെ ഒരുപാട് വട്ടം ചെയ്ത് അതിൽ നിന്നാണ് നിങ്ങൾ ആ റിസൾട്ടുകൾ കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ടു പ്രോബബിലിറ്റി ക്യാൻ ബി നെയിംഡ് ആസ് experimental approach or empirical approach. Okay, so മനസ്സിലാക്കുക, the result of probability is based on the actual experiment. Actual experiment is called as experimental probability. യഥാർത്ഥത്തിൽ ചെയ്ത് നോക്കിയിട്ട് ആ റാൻഡം എക്സ്പെരിമെന്റ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ഒബ്സർവേഷൻസ് വെച്ചിട്ടെത്തുന്ന കൺക്ലൂഷൻസ്, അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷന്റെ അൺസർട്ടനിറ്റിയെ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എക്സ്പെരിമെന്റൽ ഓർ എംപിരിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി. ആൻഡ് ഇൻ ദിസ് കേസ് ദ റിസൾട്ട്സ് കുഡ് ബി ഡിഫറെന്റ് ഇഫ് വി ഡു ദ സെയിം എക്സ്പെരിമെന്റ് അഗെയിൻ. അല്ലേ, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. അതാണല്ലോ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് if we define the experimental or empirical probability P of E of an event as this. നമ്മൾ എങ്ങനെയാ അത് എടുക്കുന്നതെന്ന് അറിയാമോ? നമ്പർ ഓഫ് ട്രയൽസ് ഇൻ വിച്ച് ദ ഈവന്റ് ഹാപ്പൻഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഈവന്റിനെ പറയുന്നു, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഈവന്റിനെ പറയുന്നു. ആ ഈവന്റ് ഞാൻ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ആ ഒരു ട്രയൽസ് ചെയ്തപ്പോൾ എത്ര തവണ അത് കിട്ടി ഡിവൈഡഡ് ബൈ ടോട്ടലി എത്ര തവണ ഞാൻ ആ എക്സ്പെരിമെന്റ് ചെയ്തു. അതാണ് ആ ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കോയിൻ ടോസ് ചെയ്തു. ഓക്കെ, ഒരു 5 വട്ടം ടോസ് ചെയ്തു. ഓക്കെ, 5 വട്ടം ടോസ് ചെയ്തു. ആൻഡ് എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് 2 വട്ടമാണ് ഹെഡ്സ് കിട്ടിയത്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത് എനിക്ക് ടോട്ടലി 5 തവണ, സോ ഡിവൈഡഡ് ബൈ 5 എത്ര തവണ കിട്ടി? 2. സോ 2/5 is the probability of getting a heads എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ റാൻഡം എക്സ്പെരിമെന്റ് കേസിൽ. ആൻഡ് ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് എക്സ്പെരിമെന്റൽ ഓർ എംപിരിക്കൽ അപ്രോച്ച്. കൃത്യമായി 5 തവണ ഞാൻ ചെയ്തു നോക്കിയിട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്പെരിമെന്റൽ ഓർ എംപിരിക്കൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇത് നമുക്ക്
എപ്പോഴും പോസിബിൾ ആണോ? ഓക്കെ, ഒരു തവണ ചെയ്യാം, 2 തവണ ചെയ്യാം, 3 തവണ ചെയ്യാം. ഇത് ഒരു കുറേ വട്ടം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ, റൈറ്റ്? പോസിബിൾ ആണ്, പക്ഷെ അതിൽ ഒരുപാട് നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആണ്. അങ്ങനെ കാൽക്കുലേഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാം, തെറ്റാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമുക്ക് ആര് വരുന്നത്? തിയററ്റിക്കൽ അപ്രോച്ച് ഓർ ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആൾക്ക് പ്രസക്തി വരുന്നത്. തിയററ്റിക്കൽ അപ്രോച്ച് ഓർ ക്ലാസിക്കൽ അപ്രോച്ച്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യത്തില്ല, ഫുള്ള് പ്രഡിക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇൻ ദ തിയററ്റിക്കൽ അപ്രോച്ച് വി പ്രഡിക്റ്റ്, ഓക്കെ, ദിസ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, വി പ്രഡിക്റ്റ് ദ റിസൾട്ട്സ് വിതൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റ് യഥാർത്ഥത്തിൽ ചെയ്യാതെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് ആ ഒരു പ്രോബബിലിറ്റി, എന്നിട്ട് ആ സിറ്റുവേഷൻ അൺസർട്ടനിറ്റിയെ നമ്മൾ മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് വി ആർ അപ്രോച്ചിങ് പ്രോബബിലിറ്റി ത്രൂ തിയററ്റിക്കലി ഓർ വി ക്യാൻ സീ ദാറ്റ് ക്ലാസിക്കലി എന്ന് പറയാനായിട്ട് സാധിക്കും. Okay, so theoretical approach or classical approach to probability, what does that mean? എന്താണ് അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? The meaning is that നമ്മൾ ആ ഒരു റാൻഡം എക്സ്പെരിമെന്റിനെ എന്ത് ചെയ്യുന്നു? യഥാർത്ഥത്തിൽ ചെയ്ത് നോക്കാതെ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് ഈ ഇവന്റ് ഇങ്ങനെ ആയിരിക്കാം നടക്കുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can say that എന്താണ്? ദാറ്റ് ഈസ് തിയററ്റിക്കൽ അപ്രോച്ച് ഓർ ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. Okay, number of outcomes favorable to E, that is അതിനെ ഇച്ചിരി കൂടി ചെറുതായിട്ട് പറഞ്ഞാൽ number of favorable outcomes divided by total number of outcomes. Okay, number of favorable outcomes divided by total number of outcomes എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഒരു റോളിംഗ് ഓഫ് ഡൈ എന്ന് ഞാൻ പറയണം. അതിൻ്റെ അകത്ത് എനിക്ക് 2 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഓക്കെ, ആൻഡ് ഞാനൊരു ഡൈ റോൾ ചെയ്യുമ്പോൾ ടോട്ടലി എനിക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? 6 പോസിബിലിറ്റി. കാരണം 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. സോ 6 പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതിൽ 2 എന്ന് പറയുന്ന ആള് വരാനുള്ള സാധ്യത, ഞാൻ ഒരു തവണയല്ലേ വരാനുള്ള സാധ്യത. 2 എന്ന് പറയുന്ന നമ്പർ ഒരു തവണ വരാം, ചിലപ്പോൾ ഞാൻ ഇടുമ്പോൾ ഒരു വട്ടം വരാം. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് മാക്സിമം ഒരു വട്ടേ വരുത്തുള്ളൂ. ഒരു തവണ ഞാൻ റോൾ ചെയ്യുമ്പോൾ ഒരു തവണ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദ ഫേവറബിൾ ഔട്ട്കത്തിന്റെ എണ്ണം 1 ആണ്. 2 എന്ന് പറഞ്ഞ നമ്പർ കിട്ടാനുള്ള സാധ്യത ഓക്കെ, ആ ഒരു ഫേവറബിൾ ഔട്ട്കം, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 1 ആണ്. ഡിവൈഡ് ബൈ ടോട്ടലി എത്ര ഔട്ട്കംസ് പോസിബിൾ ആണ്? ഞാൻ ഒരു വട്ടം റോൾ ചെയ്താൽ 6 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. സോ ടോട്ടലി നമുക്ക് പറയാനായിട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 എന്ന് പറയുന്ന നമ്പർ കിട്ടണം വെൻ യു റോൾ എ ഡൈ. നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 1 divided by total number of possible outcomes 6. So 1/6 is the probability of getting the number 2 when you roll a die. Clear? ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള അപ്രോച്ച് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്ത് നോക്കാതെ പ്രഡിക്റ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് തിയററ്റിക്കൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ എങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെന്റിലാണ് ഈ തിയററ്റിക്കൽ അപ്രോച്ച് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ഔട്ട്കംസ് പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് ഞാനൊരു ഡൈ റോൾ ചെയ്താൽ അതിൻ്റെ അകത്ത് 6 പേർക്കും വരാനുള്ള സാധ്യത സെയിം ആണ്. റൈറ്റ്, 6 പേർക്കും വരാനുള്ള സാധ്യത സെയിം ആണ്. ആൻഡ് അതേപോലെ ഞാനൊരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ്സിനും ടെയിൽസിനും വരാനുള്ള സാധ്യത സെയിം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഔട്ട്കംസ് ഉള്ള റാൻഡം എക്സ്പെരിമെന്റ്സിലാണ് നമ്മൾ തിയററ്റിക്കൽ അപ്രോച്ച് ചെയ്യുന്നത്. അത് അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ, ഇതിന്റെ പോസിബിൾ ഔട്ട്കംസ് ഈക്വലി ലൈക്ലി ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾ യു നീഡ് to do the problems from the probability chapter of class 10. 10ാം ക്ലാസ്സിലെ പ്രോബബിലിറ്റി ചാപ്റ്റർ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മതിയാകും. നമുക്ക് അതിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് പിന്നെ കുറേശ്ശെയായിട്ട് പഠിക്കാം. ഓക്കെ.